കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് കാണുന്നൊരു ക്യാമ്പയിനാണ് തിരിച്ചു വാ രാഹുലെ, അല്ലെങ്കിൽ കംബാക്ക് രാഹുൽ മാങ്കൂട്ടം. ഒരു സെക്ഷൽ പെർവേർട്ടിനെ സമൂഹവും അതുപോലെ തന്നെ പൊതുജനങ്ങളും സ്വന്തം രാഷ്ട്രീയ പാർട്ടി വരെ പുറത്താക്കി മാറ്റി നിർത്തിയ ഒരു സെക്ഷൽ പെർവേർട്ടിനെ ആനയിച്ച് വലിയ കസേരയിട്ടിരുത്തി വലിയ PR ഏജൻസികൾ ഭീകരമായിട്ട് പ്രൊമോഷൻ നടത്തി വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പുറകിലെ ലക്ഷ്യം അല്ലെങ്കിൽ അതെന്താണ് അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അറിയില്ല. അത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 3ലധികം സ്ത്രീകളെ സെക്ഷലി ഹറാസ് ചെയ്ത് ഗർഭിണിയാക്കി അബോർഷൻ ചെയ്യിപ്പിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരെ ദ്രോഹിച്ച ഒരു സെക്ഷൽ പെർവേർട്ട്. ഞാൻ ഈ വീഡിയോയിൽ 3ാമത്തെ തവണയാണ് ആ വാക്ക് യൂസ് ചെയ്യുന്നത്. അത്തരമൊരു വ്യക്തിനെ മാറ്റി നിർത്തേണ്ടത് നമ്മളെ നിലപാടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിലപാടില്ലാത്തൊരു എന്ത് തെണ്ടിത്തരം കാണിക്കാൻ പറ്റിയൊരു സർട്ടിഫിക്കറ്റാണ് കോൺഗ്രസ് പാർട്ടീൻ്റെ അണി എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത്. ഞാനൊരു കോൺഗ്രസ് പാർട്ടീൻ്റെ അണിയാണെങ്കിൽ എനിക്ക് ഈ ഭൂമിൻ്റെ താഴെ എന്ത് തെണ്ടിത്തരം കാണിക്കാം, യാതൊരു ഓഡിറ്റും എന്നെ സംബന്ധിച്ചുണ്ടാവില്ല. അതിന് ഒടുക്കലത്തെ ഉദാഹരണമാണ് ചില മേ ബി ചൂരൽമലയിലെ ആ ഫണ്ട് തട്ടിപ്പ്. അപ്പം അതുപോലെ എന്തും ചെയ്യാം, ആരും ഓഡിറ്റ് ചെയ്യില്ല. അപ്പം പൂക്കി CM തലയിലേറ്റി കൊണ്ട് നടക്കുന്ന അതേ മാധ്യമങ്ങളും അതേ ജേർണലിസ്റ്റുകളാണ് പിണറായി വിജയൻ്റെ തൊട്ടതിനും പിടിച്ചതിനും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വിമർശനം പോലും സെലക്റ്റീവ് ആവുന്ന കാലത്ത് ഇതുപോലൊരു സെക്ഷൽ പെർവേർട്ടിനെ, 4ാമത്തെ തവണയാണ് ആ വാക്ക് യൂസ് ചെയ്യുന്നത്, സെക്ഷൽ പെർവേർട്ടിനെ ഇവർ തലയിലേറ്റി ആനയിച്ച് കൊണ്ടുവരുന്നത് എങ്ങോട്ടാണെങ്കിലും അത് മലയാളികളെ നെഞ്ചത്തേക്ക് ആണെങ്കിൽ 10 വർഷം തുടർച്ചയായ ഭരണം അതിനോടുള്ള വിയോജിപ്പായിരിക്കും, വിമർശനങ്ങളായിരിക്കാം, മേ ബി മടുപ്പായിരിക്കാം, തുടർച്ചയായുള്ള ഭരണത്തോടുള്ള മടുപ്പായിരിക്കാം. അവരെന്തായാലും അർഹിക്കാത്തൊരു പരാജയമാണെന്നാണ് ഞാനതിനെ വിലയിരുത്തുന്നത്. ഇനിവ എന്ത് തന്നെയാണെങ്കിലും ജനവിധിയാണ്. അപ്പം ആ ഒരു ജനവിധി ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തിരുത്തുന്നതും UDF ഭരണത്തിൽ വരുന്നതും അത് ജനങ്ങൾ വിധിച്ച വിധി ഇതുപോലത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള സെക്ഷൽ പെർവേർട്സിന് അവരുടെ ഭാഗത്താണ്, അവരുടെ പക്ഷത്താണ് പൊതുജനം എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനോട് വ്യക്തമായും ശക്തമായും വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തകനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ജനങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി എവിടെയൊക്കെ PR ഏജൻസിനെ വെച്ച് പുള്ളി ബൂസ്റ്റ് അപ്പ് ശ്രമിക്കുന്നു അവിടെയൊക്കെ ഇത്തരം പോസ്റ്റുകളുമായി ഞാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ടാവുമെന്ന് ഉറപ്പ് തരുന്നു. കാരണം അംഗീകരിക്കാൻ ഒട്ടും കൊള്ളാത്ത, അംഗീകരിക്കാൻ ഒട്ടും സാധിക്കാത്ത വ്യക്തിത്വമാണ്, പൊതുപ്രവർത്തകനാണ്, സെക്ഷൽ പെർവേർട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.